ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ഏതാനും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഓളിലേക്ക് സെറ്റ് ചെയ്യണം. എന്നാലെന്താ അത് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്നടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇന്ന് പിന്നെ നമ്മൾ വ്ളോഗല്ല കേട്ടോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ ദോശ, ഇഡ്ഡലി, പുട്ട്, പിന്നെ പൂരി, കടല അങ്ങനെ അല്ലേ, അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ്. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. പിന്നെ നമുക്ക് ഈ ഷുഗർ ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, കാൽഷ്യം കുറഞ്ഞവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇത് കഴിച്ചാൽ നമുക്ക് വിശപ്പൊക്കെ ഇതാവും, മാറും, അത് കഴിച്ചാൽ വയറ് ഫുള്ളാവും കേട്ടോ. പിന്നെ കാൽഷ്യമെല്ലാം കുറഞ്ഞവർക്കെല്ലാം നല്ലതായി, മുട്ടുവേദന ഉള്ളവർക്കെല്ലാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ എല്ലാം രാത്രിയും കഴിക്കുന്നവർക്ക് കഴിക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. രാത്രി ഡിന്നറായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്, കമൻ്റ് ഇടുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ സ്കൂളൊന്നും തുറന്നില്ല കേട്ടോ, ബുധനാഴ്ചയാണ് അതിൻ്റെ സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് അതും ഇവിടെ ഇരുന്ന് TV ആണല്ലോ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ എല്ലിനൊക്കെ നല്ലൊരു ഇതാണ്. അപ്പം നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോകാമേ. ഇതുപോലത്തെ ഗ്ലാസ്സിൽ ഞാൻ ഒരു ഗ്ലാസ് കുറച്ചും അധികമാണ് റാഗിപ്പൊടിയാണ് എടുക്കുന്നത്. ഇതിന് പഞ്ഞപ്പുല്ല് എന്ന് പറയും. പിന്നെ നമ്മുടെ മുത്താറി, കണ്ണൂർ അങ്ങോട്ടൊക്കെ മുത്താറിപ്പൊടി എന്ന് പറയില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കും. എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ മൂടന്നെ എടുത്ത് കഴുകി ഉണക്കിയിട്ടും പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട്, ഒരു പാത്രത്തിലേക്ക് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കുറച്ച് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, ഒരു ബോണിയയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്കൊക്കെ നല്ലതാണ്, എല്ല് വളരാനും ഒക്കെ നല്ല സാധനം കേട്ടോ. ഇനി ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുത്തത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ്സാണ് റാഗിപ്പൊടി എടുത്തത്. ഞാൻ ഇതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഇത് വേവിച്ചിട്ട് നല്ല പച്ച ചൊവയൊക്കെ നല്ല പോലെ മാറണം കേട്ടോ. പറഞ്ഞില്ല, കുട്ടികൾക്കെല്ലാം കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക്, റാഗി കുടിക്കാനുള്ള മടിയൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു റാഗിയാണെന്നൊന്നും പെട്ടെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല കേട്ടോ. റാഗീൻ്റെ ആ ഒരു പച്ച ചൊവയൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതുപോലെ ഈ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ നന്നായിട്ട് ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ റാഗി ജാവ എന്നാട്ടോ ഇവിടുത്തെ തെലുങ്കരൊക്കെ പറയുന്നത് ഇതിനെ. നമുക്ക് ആദ്യം കഴിക്കാനൊക്കെ മടിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമുക്ക് ശീലമായി. നമുക്ക് എല്ലാ ദിവസവും എന്നാ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക, എന്നാക്കുക. പിന്നെ ഈ കുട്ടികളാണെങ്കിൽ ദിവസവും ഇഡ്ഡലി ദോശ ആകുമ്പോൾ അവർക്കൊരു മടുപ്പായിരിക്കുമല്ലോ. അപ്പം നമുക്കൊന്ന് ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചാൽ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. സിമ്മിൽ വെച്ച് കൊടുക്കാം, ഫുൾ തീയിലിട്ട് വെക്കാൻ പാടില്ല. പെട്ടെന്ന് അടിക്ക് പിടിച്ച് കരിഞ്ഞൊരു ടേസ്റ്റ് വന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ അത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്താൽ നല്ല പോലെ വെന്ത് കിട്ടും. ഞാൻ പറഞ്ഞില്ല, 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം, എന്നാലേ അതിൻ്റെ പച്ച ചൊവയൊക്കെ മാറിക്കിട്ടും കേട്ടോ. നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, കുറുക്കുണ്ടാക്കുന്ന പോലെ. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേവിച്ചാൽ അതിൻ്റെ പച്ച ചൊവയൊക്കെ സിമ്മിലിട്ട് വേവിച്ചാൽ പെട്ടെന്ന് നമുക്ക് മാറി നല്ല ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഞാനത്
ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇത് ആറാൻ വേണ്ടിയിട്ട് ആറണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് തണിയാൻ വേണ്ടിയിട്ട്, ഇത് കൂളാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കുറച്ച് ക്യാരറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസും വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കാം കേട്ടോ, അതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ക്യാരറ്റ് രണ്ടും മേലത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഈ പുതിന, മല്ലിയില, അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇടാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കാത്ത. ഇനി ഇതാ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോളം ഇല്ലേ, ചോളം, ഇത് മധുരച്ചോളാണ്. ഇത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നല്ല പോലെ കഴുകിയിട്ട് ഞാൻ വേവിക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഇത് ആറിയാൻ നോക്കാം. ഇനി ഇതാ നമ്മൾ റാഗിപ്പൊടി നന്നായിട്ട് ഇത് ആറി വന്നിട്ടുണ്ട് കേട്ടോ റാഗി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് റാഗി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ മറ്റുള്ളൊരു തണുക്കാവുന്നൊരു ബോഡി തണുക്കാനുള്ള സാധനം ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന്, അത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മളെ മോരാണ്. മോര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ മോര് ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള റാഗിയും കൂടെ അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇത് തണുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ മാത്രമേ ചെയ്യാൻ കേട്ടോ. റാഗി കുറുക്ക് നല്ലോണം തണുക്കണേ, അല്ലെങ്കിൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ റാഗി മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് ഒഴിച്ചു കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയേ. അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിലല്ലേ ബീൻസൊക്കെ വേവിച്ചിട്ടൊക്കെ ഇടാം കേട്ടോ. എൻ്റെ അടുത്ത് ബീൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമേ ഗ്രേറ്റ് ചെയ്തുള്ളൂ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോളം വേവിച്ചതുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില ആൾക്കാർ ഞാൻ ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ജീരകപ്പൊടി, മല്ലിയില, പുതിനയില, ആ ഒരു ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ദിവസം ഓരോ ഇഡ്ഡലി, ദോശ അല്ല എന്നാ ഉണ്ടാക്കണ്ടതെന്നായിരിക്കും വീട്ടമ്മമാർക്കല്ലേ. അപ്പം ഒരു ദിവസം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ച് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇതാ ഒരു കളറിനെ കണ്ടാൽ തന്നെ എല്ലാ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളും കേട്ടോ. ഞാനിത് എല്ലാം തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് വന്നിട്ട് അടുത്ത് നിൽക്കുന്നുണ്ട്. അതുവിനൊക്കെ നല്ല ഇഷ്ടമാണ്, ബിക്കും അതുവിനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഒരോട്ടനായാലും നല്ലപോലെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അധികവും നമ്മളിത് കഴിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കൊക്കെ അല്ലേ കഴിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചെറുങ്ങനെ ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. കുറേ അല്ലാണ്ട് ചെറിയ ഗ്ലാസ്സിൽ കുടിക്കാൻ മാത്രം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നടന്നൊക്കെ വന്നു കഴിഞ്ഞൊക്കെ അല്ലേ വിശക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. നമുക്ക് ചായക്ക് പകരമൊക്കെ ഇത് മതി. അപ്പം കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ അതുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ് കേട്ടോ. അതാ അതുവിന് ഞാൻ പറഞ്ഞില്ലേ, അതുവിനും അബിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അതും അബിയൊക്കെ കഴിക്കാറുണ്ട്. അത് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ